പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഗ്രഹീതമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയത്താണ് നാം ഉള്ളത്. സാധാരണ ഒരു വഅലിന്റെ വേദി എന്നതിനപ്പുറത്ത് അസ്റിന് ശേഷം മഗ്രിബിന്റെ ഉള്ളിൽ നമ്മുടെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സഹോദരിമാർ എത്തപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു കറാമത്താണ്. കാരണം നോമ്പുതുറയുടെ വിഭവങ്ങൾ തയ്യാറാക്കേണ്ട പാകം ചെയ്യേണ്ട സമയത്ത് അവർ ഈ ദീനിയായ മജ്‌ലിസിൽ പങ്കാളിയാവുക എന്നുള്ളത് ഒരു വലിയ ത്യാഗമാണ്. അല്ലാഹു ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ ഇരുത്തവും അവരുടെ ഈ സമയം അല്ലാഹു നാളെ അവർക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതിന് കാരണമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാർ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജാസിയ നമുക്കറിയാം അർത്ഥം മുട്ടുകുത്തി നിൽക്കുക എന്നാണ്. നാളെ അല്ലാഹുവിന്റെ ഭീകരമായ കഠിനമായ കഠോരമായ അതിദാരുണമായ അചിന്തനീയമായ അവർണ്ണനീയമായ ഭീതിജനകമായ നരകത്തിന്റെ മുന്നിൽ സത്യനിഷേധികൾ, കപടവിശ്വാസികൾ അല്ലാഹുവിന്റെ നരകത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആ ഒരു ഭീകരതയെ സൂചിപ്പിക്കുന്ന ഒരു നാമമാണ് ജാസിയ എന്ന് പറയുന്നത്. ആ ഒരു പേരിലുള്ള ഒരു അധ്യായത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ആയത്താണ് ഞാൻ ആമുഖമായി ഓതിവെച്ചത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ വിശ്വാസികളുടെ മുന്നിലും ഒരു വലിയ ദുരനിദാനമാകുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും മ്ലേച്ഛമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മനുഷ്യ ജീവിതത്തിൽ അവന്റെ എല്ലാ അർത്ഥത്തിലും പരാജയത്തിന്റെ പടു നമുക്ക് അധികമാണ്. സഹോദരങ്ങളെ, നമ്മുടെ തന്നിഷ്ടങ്ങളെ, നമ്മുടെ ദേഹേച്ഛയെ, നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലാഹുവിന്റെ ലക്ഷ്യം, അവന്റെ തീരുമാനം, അവന്റെ സങ്കല്പം, അവന്റെ ഖദർ, അവന്റെ തീരുമാനം, അവന്റെ ഖലാ, അതിനൊക്കെ നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു രാത്രിയും പകലുമാണ് റമളാൻ എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഞാൻ കൂടുതൽ ആമുഖങ്ങളില്ലാതെ നീട്ടി പരത്തി പറയാതെ 6 മണിക്ക് അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ്. ഒരു ചൊല്ലുണ്ട്, രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്ന്, ഉച്ചയ്ക്ക് ഉഷാറായി കഴിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലരും പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്, ആരോഗ്യം അത് നശിപ്പിക്കും. ചില ആളുകൾ പറയാറുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എനർജി അവന്റെ ഉച്ചഭക്ഷണത്തിലാണ്. രാത്രി നിങ്ങൾ എന്ന് വിശഗ്ഗരന്മാരായ മുഴുവൻ വിശഗ്ഗരന്മാരും വൈദ്യന്മാരായ മുഴുവൻ വൈദ്യന്മാരും ഡോക്ടർമാരായ മുഴുവൻ ഡോക്ടർമാരും നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതിന് വിരുദ്ധമായി രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല റമളാനിൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല റമളാനിൽ. നമ്മൾ റമളാനിലെ ഭക്ഷണം കഴിക്കുന്നത് രാത്രിയാണ്. നമ്മുടെ തീരുമാനങ്ങൾ എന്ന തീരുമാനത്തിൽ നമ്മൾ സാധാരണ ഒരു സന്തുലിത സാഹചര്യം എന്നുള്ള നിലയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പാതിരാത്രി സുബഹിക്ക് മുമ്പ് ആരെങ്കിലും മത്തിക്കറിയും ചോറും കഴിക്കുവോ, ആരെങ്കിലും റൊട്ടി കോഴിക്കറി കഴിക്കുവോ, ഉറക്കപ്പിച്ച് നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? പക്ഷെ നമ്മൾ ആ സമയത്ത് അത് കഴിക്കുന്നത് സുന്നത്താണ്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളാകുന്ന രാവിലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ മാറ്റി ആരും കഴിക്കാത്ത സമയത്ത് നമ്മൾ കഴിക്കുന്നത് എന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ എന്നെ സൃഷ്ടിച്ച എന്നെ സംരക്ഷിക്കുന്ന അവസാനം എന്നെ സംഹരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ താല്പര്യങ്ങൾക്കാണ് ഞാൻ വില കൽപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ദുരാഗ്രഹങ്ങളെ, നമ്മുടെ ദേഹേച്ഛകളെ, നമ്മുടെ
നമ്മുടെ ജഡികേച്ഛകളെയൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റബ്ബിന്റെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എനിക്കെന്ന് പറയാനുള്ളത്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ സൂറത്തുൽ ജാത്തിയയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. അല്ലാഹുവിന്റെ ചോദ്യം എന്റെ പ്രിയപ്പെട്ടവരെ പ്രസക്തമാണ്. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അഫറഅയ്ത നബിയേ, നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുവോ? ഓ ചിറ്റൂരിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുവോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മൻ ഇത്തഖദ ഇലാഹു ഹവാ, തന്നിഷ്ടത്തെ ദൈവമാക്കിയവന്റെ അവസ്ഥ എന്താണെന്ന്, തന്നിഷ്ടത്തെ ദൈവമാക്കിയവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സമൂഹമേ? അങ്ങക്കറിയുമോ ഹബീബേ? അങ്ങയുടെ അഭിപ്രായം എന്താണ് പ്രവാചകരെ? ലോകത്താഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു മനുഷ്യന്റെ തന്നിഷ്ടത്തെ അവന് ദൈവമായി സങ്കല്പിക്കുമ്പോ, അവന്റെ ആഗ്രഹങ്ങളെ ദൈവമായി കാണുമ്പോ, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിൽ വിലയില്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ അവന്റെ ജീവിതത്തിൽ അവനെ ഒരർത്ഥത്തിലും അവനെ മാറ്റിയെടുക്കുന്നില്ല. അവന്റെ ചിന്ത ചെയ്യുന്നു അത് അല്ലാഹു നിഷിദ്ധമാക്കിയാലും ശരി, അവന് ഇഷ്ടമില്ലാത്തതൊന്നും അവന് ചെയ്യുന്നില്ല. അതല്ല നിർബന്ധമാക്കിയാലും ശരി. ഇതാണ് തന്നിഷ്ടം, ഇതാണ് താൻ തോന്നിത്തം. എന്റെ സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ തോന്നിയാസം. അതല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ജഡികേച്ഛ, അതല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ദേഹേച്ഛ. അല്ലാഹു അവന്റെ കലാമിലൂടെ പറഞ്ഞതെന്താണ്? അവനെ ബിംബത്തെ വെച്ച് ആരാധിക്കുന്നില്ല, ശരി തന്നെ. അവനെ ദൈവമാണെന്ന് പറയുന്നില്ല, ശരി തന്നെ. 6660 ചില്ലുവാനമുള്ള ആയാത്തുകളിൽ എവിടെയെങ്കിലും ഒരു ആയത്തിൽ അല്ലാഹു ആ കാര്യം നിഷിദ്ധമാക്കിയതാകാം. പക്ഷേ അവനത് പ്രശ്നമല്ല. അവന്റെ ശരീരത്തിന്റെ ദാഹം എന്താണ്? അവന്റെ മനസ്സിന്റെ മോഹം എന്താ? അതാണ് അവന്റെ ദൈവമായവനെ ചിന്തിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, കുറച്ചു നേരം ഈശ്വരിയോ ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഹുജിബത്തിൻ നാറു ബിശഹവാ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി. അല്ലാഹുവിന്റെ നരകത്തിൽ ഒരു മൂടിയുണ്ടത്രേ. സഹോദരങ്ങളെ, തീന്മേശയിലെ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോ അതിന്റെ പുറത്തൊരു മൂടിയുണ്ട്. ആ മൂടി നമ്മൾ ഇളക്കുമ്പോഴാണ് ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വരിക. ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ കൈവെക്കുന്നത് എപ്പോഴാണ്? അതിന്റെ പുറത്തുള്ള മൂടി നമ്മൾ മാറ്റുമ്പോഴാ. സഹോദരങ്ങളെ, നരകത്തിലേക്ക് എങ്ങനെയാണ് വീണു പോകുന്നതെന്നറിയോ? നരകത്തെ അല്ലാഹു ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. അല്ലാഹു നരകത്തെ ഓപ്പൺ ആക്കിയല്ല വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഒരു ചങ്ങലയിൽ 70,000 മാലാഖമാരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന നരകമുണ്ടല്ലോ. ഭീകരമായ ബീഭത്സമായ കഠിനമായ കഠോരമായ നരകമുണ്ടല്ലോ. ആ നരകത്തിനെ അല്ലാഹു തആല ആവരണം ചെയ്തിരിക്കുന്നത് ഒരു മൂടി കൊണ്ടാ. ആ മൂടി ആരാണോ തുറക്കുന്നത്, ആ മൂടി ആരാണോ ഓപ്പൺ ചെയ്യുന്നത്, ആ മൂടി ആരാണോ നീക്കി വെക്കുന്നത്, അവനാണ് നരകത്തിലേക്ക് വീണു പോകുന്നതെന്ന് ഇന്നേവരെ കളവ് പറയാത്ത മദീനയുടെ മണവാളരെ, മക്കയുടെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, നരകത്തിനെ അല്ലാഹു ഒരു മൂടി വെച്ചിരിക്കുകയാണ്. ആ മൂടി മാറ്റുന്നവനെ നരകത്തിൽ പോവുകയുള്ളൂ. ആ മൂടി നമ്മളല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ മൂടിയേതാണ് അവന്റെ ശരീരത്തിന്റെ മോഹങ്ങളാ. ആര് തന്റെ ശരീരത്തിന്റെ
മോഹങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കാരപൂർവ്വം പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ട് ആര് തന്റെ തന്നിഷ്ടത്തിനെ ദൈവമാക്കി സങ്കല്പിക്കുന്നുണ്ടോ അവൻ നാളെ ചെന്ന് കിടക്കേണ്ടത് അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിലാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വർഗ്ഗം എന്തുകൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്? സ്വർഗ്ഗം എന്തുകൊണ്ടാണ് അല്ലാഹു മൂടി വെച്ചിട്ടുള്ളത്? സ്വർഗ്ഗത്തിന്റെ മൂടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ബിൽ മകാരിഹി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസ്ർ കഴിഞ്ഞ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസാണ്, ഒന്ന് പോയി ഇരിക്കാം എന്ന് സഹോദരി ചിന്തിക്കുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാ. വല്ലതും ഉണ്ടാക്കണ്ടേ, ഭക്ഷണം പാകം ചെയ്യണ്ടേ, എത്ര കൂട്ടം കറികൾ വേണമെന്ന്, എന്തൊക്കെ ഫ്രൂട്ട്സ് അരിഞ്ഞു വെക്കാനുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചെന്ന് പള്ളിയിൽ ഇരുന്ന പിന്നെ ഇതൊക്കെ ആര് ചെയ്യും എന്ന് മനസ്സിന്റെ താല്പര്യം, മനസ്സിന്റെ ആഗ്രഹം ഒന്ന് പോണ്ട. എന്തായിരുന്നാലും അവിടെ പറയുന്നത് എന്തായിരുന്നാലും നമ്മൾ കേട്ടത് തന്നെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നീട് കേൾക്കാനുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ എന്റെ അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കാമെന്ന് ചിന്തിക്കുന്നതാണ് ഏത് തന്നിഷ്ടം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വാഴാക്കാൻ പാടാത്ത എല്ലാവരും നരകത്തിലല്ല ഞാൻ ഈ പറഞ്ഞത് എന്ന് വെച്ചിട്ട് വാഴാക്കാൻ വേണ്ടി വന്ന എല്ലാവരും അങ്ങോട്ട് ഞാൻ പാണ്ടി ലോറി വിളിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മുടെ തന്നിഷ്ടങ്ങൾക്ക്, നമ്മുടെ ദുരാഗ്രഹങ്ങൾക്ക്, നമ്മുടെ ദേഹേച്ഛകൾക്ക് നമ്മൾ എപ്പോ വില കൽപ്പിക്കുവോ നരകത്തിന്റെ മൂടി നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടമല്ലാത്ത 20 റക്അത്ത് തറാവീഹ്, ചിലർ പറയണ 8 എവിടെ ഉണ്ടല്ലേ അവിടെ ഓടാനാ. കാരണം എന്താ? എര വിഴുങ്ങുന്ന പെരുമ്പാമ്പിനെ പോലെ മഗ്‌രിബ് പോലെ തിന്നാ പിന്നെ 8 നിൽക്കും. 20 റക്അത്തുള്ള പള്ളിയിൽ പോയി സാവകാശം നിസ്കരിക്കാൻ, ആ സാവകാശം ഒന്ന് പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ അവന്റെ മനസ്സ് വെറുക്കുകയാണ്. ഒന്ന് 8 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ പള്ളിയിൽ നിന്ന് മാറി 8 റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവൻ വെറുക്കുകയാണ്. ഒരർത്ഥത്തിൽ വല്ലാത്തൊരു അറപ്പാണ് അതിനോട്. അങ്ങനെ വരുമ്പോ നീ സ്വർഗത്തിന്റെ ആ മനോഹരമായ മൂടിയിൽ നിന്ന് നീ അകന്നു പോവുകയാണ്. ആ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നീ മാറ്റി വെച്ചിട്ട് നിന്റെ ജീവിതത്തിൽ ശറ എന്ത് പറഞ്ഞു, അല്ലാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, മുൻഗാമികളായ ഇമാമുകൾ എന്ത് പറഞ്ഞു, അയിമ്മത്ത് എന്ത് പറഞ്ഞു സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ നീ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വർഗ്ഗത്തിന്റെ മൂടി മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ തീരുമാനിക്കുന്ന നരകത്തിന്റെ മൂടി പതുക്കെ ഇളക്കണോ, സ്വർഗ്ഗത്തിന്റെ മൂടി പതുക്കെ ഇളക്കണോ. ഏത് ഇളക്കിയാലും അത് അവൻ അതിൽ തന്നെ വീഴും, അതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സാത്വികരായ വിശുദ്ധരായ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ആ ഖുർആനിന്റെ സാഗരത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഊളിയിട്ട് അല്ലാഹുവിന്റെ നൂറ് കണ്ടെത്തിയ മഹാരഥന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞിരുന്നറിയോ? മൻ അറഫല്ലാഹ് ലം യകുൽ ലഹു മഅൽ ഖൽഖി ലദ്ദാ. ഒറ്റക്കിരുന്ന് പടച്ചവനോടുള്ള നിന്റെ മുനാജാത്തിന്റെ സുഖം നീ അനുഭവിച്ചാൽ പൊന്നുമോനെ സൃഷ്ടികളോട് നിനക്ക് താല്പര്യം കാണൂല. ഒറ്റക്കിരുന്ന് പടച്ചതമ്പുരാനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ലഹരി മുകർന്നാൽ ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ പടപ്പുകളോട് നിനക്ക് കൂടുതൽ അടുത്തിരിക്കണമെന്ന് കൊതി വരില്ല. ആളുകളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുകയുള്ളൂ. എന്തുകൊണ്ടാ? റബ്ബുമായിട്ടുള്ള നിന്റെ രഹസ്യബന്ധത്തിന്റെ സുഖമത്ര വലുതാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുൻഗാമികളായ മഹത്തുക്കളായ സാലിഹീങ്ങളായ സാത്വികരായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മുൻഗാമികളായ അയിമ്മത്തുകള് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഒറ്റക്കിരുന്ന് റബ്ബിനെ പറ്റി ഓർത്തത് റജുലുൻ റസറല്ലാഹ് ഖാലിയൻ ഫഫാലത് ഐനാ. ആ
ആരോരുമില്ലാതെ ഒറ്റക്കിരുന്ന് പടച്ചവനെ ഓർത്തിട്ട് പൊട്ടിക്കരയുന്ന നേരങ്ങൾ സജലമാകുന്ന ഒരു തലമുറയ്ക്ക് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ ശീതളഛായ നൽകുമെന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിഞ്ഞവര്, അവന്റെ ലദ്ദത്ത് മനസ്സിലാക്കിയവര്, അവനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ സുഖമാസ്വദിച്ചവരുണ്ടല്ലോ, പിന്നെ ആളുകളുടെ ഇടയിൽ ഇരുന്ന് വരവാൻ അവർക്ക് തയ്യാറാവൂല. ആളുകളുടെ ഇടയിൽ ഇരുന്നാൽ പലതും പറയേണ്ടി വരും. ഇതാവുമ്പോ ഒറ്റയ്ക്കിരിക്കുമ്പോ റബ്ബിന് ദിക്ർ ചെല്ലാം, അല്ലാഹയെ പറ്റി ഓർക്കാം. അങ്ങനെ വരുമ്പോ ആളുകൾ എന്ത് ചെയ്യും? പതുക്കെ ജനങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറാൻ തുടങ്ങും. അങ്ങനെയാണ് അഹമ്മദ് മുസ്ലിയാർ എന്ന ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനായ ആ 77 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് അദ്ദേഹത്തിനെ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമ്മക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ എത്രയോ ഇരട്ടി വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ ആ ഒരു മനുഷ്യനെ പറ്റി ഇന്നും ഇവിടെ ഓർക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണ്. നമ്മളെ ജനങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളെ കാലം ഓർക്കും. ദുനിയാവ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ദുനിയാവ് പിന്നാലെ വരും. ദുനിയാവ് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ അതാണ് ഈ കള്ളിപ്പെണ്ണിന്റെ സ്വഭാവം. ഈ ദുനിയാവെന്ന് പറയുന്ന കള്ളിപ്പെണ്ണിന്റെ സ്വഭാവം എന്താണെന്നറിയോ? അങ്ങോട്ട് ചെല്ലാൻ പോയാൽ അത് തിരിഞ്ഞു നടന്നു കളയും. ദുഷ്ടശ്വാനനെ പോലെയാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അത് അങ്ങോട്ട് നടക്കും. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് നടക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് നടന്നാലോ അത് പുറകെ വരും. പട്ടിയെ കണ്ടിട്ടില്ലേ? പട്ടി നമ്മൾ പോകുമ്പോ നമ്മുടെ പുറകെ വരും. ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്, അപ്പൊ അത് തിരിച്ചങ്ങോട്ട് പോകും. ഇതാണ് ദുനിയാവ്. മഹാരഥന്മാരെ ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ദുനിയാവിന്റെ ശീതളിമയോട് വിട പറഞ്ഞിട്ട് പുറംകാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞു. അവർക്ക് ദുനിയാവ് വേണ്ടെന്ന് വെച്ചപ്പോ ദുനിയാവ് പിന്നാലെ പോയി അവരുടെ. നമ്മൾ അങ്ങനെയാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കും തോറും എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ലദ്ദത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പടപ്പുകളോട് സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവൂല. ഇത് അല്ലാഹ് ഉള്ളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ജനങ്ങളോടൊപ്പം കൂടിയിരുന്ന് നമ്മൾ ഫസാദും ഫിത്നയും പറയുന്നത്, ഞാനടക്കം. എന്തുകൊണ്ടാ? എന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബ് ഇറങ്ങിയിട്ടില്ല. അല്ലാഹു ഹൃദയത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങണം. അതിന് ആദ്യം ഹൃദയത്തിൽ നിന്ന് തന്നിഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെക്കണം, തോന്നിയാസത്തെ ഒന്ന് മാറ്റിവെക്കണം. നമുക്ക് ഒരു അല്ലാഹ് എന്താ പറയുന്നത്? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടുത്തെ ഇമാമ മുദരിസുമാണ്. ഞാൻ ഉസ്താദിനെ ഉദാഹരണം പറഞ്ഞ് ഇനി ഒരു വസ്വാസം ഉണ്ടാക്കുന്നില്ല. ഞാനിപ്പോ സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമാക്ക് മാത്രം പോകുന്ന ഒരാളാണ്. എന്റെ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ എന്റെ പുറകിൽ നിന്ന് കൈകെട്ടുകയാണ്. പ്രമാണിമാരുണ്ട്, പണക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. ഞാൻ തല പൊക്കിയാലേ അവർ റുക്കോയിന്ന് തല പൊക്കൂ. ഞാൻ ചിന്തിക്കുകയാണ്, എന്നാ ഒരു 2 മിനിറ്റൂടെ അവന്മാരെല്ലാം കിടക്കട്ടെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കിടക്കും അവിടെ. ഞാൻ തല പൊക്കിയാലേ കൂടെ എന്നാ എന്റെ കയ്യിൽ നിന്നാണ് ഇവര് ശമ്പളം വാങ്ങുന്നത് എന്ന് പ്രസിഡന്റ് ചിന്തിച്ചാൽ ഒന്നും പറ്റില്ല, അവിടെ കിടന്നേ പറ്റൂ. നമ്മൾ അനുസരണയുള്ളവരാ. നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ല. ഒന്ന് പെട്ടെന്ന് കൈയഴിച്ചിട്ട് പോണം എന്ന് ചിന്തിച്ച ഒരു രക്ഷയില്ല. ഇമാം എപ്പോഴാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടുമ്പോ നമ്മൾ അങ്ങോട്ട് സലാം വീട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്തുകൊണ്ടാ? അതുവരെയും നമ്മുടെ ഇഷ്ടത്തെക്കാൾ റബ്ബിന്റെ ഇഷ്ടത്തെ നമ്മൾ വില കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നും വെള്ളം കുടിക്കില്ല, ഒരു വക സംസാരിക്കില്ല. മക്കൾ വന്ന് വിളിക്കും വാപ്പാ 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 എന്ന് കയ്യിൽ പിടിച്ച് തൂങ്ങിയാലും നമ്മൾ ഒരക്ഷരം മിണ്ടില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്റെ താല്പര്യമല്ല മോനെ, നിന്നോടുള്ള സ്നേഹമല്ല മോനെ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ കൈകെട്ടി നിൽക്കുന്നത് ആരുടെ മുന്നിലാണ്? സർവാധിനാഥനായ പടച്ചവന്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി നിൽക്കുകയാണ്. ഈ സമയം എന്റെ മുന്നിൽ എന്റെ റബ്ബിന്റെ താല്പര്യങ്ങളെ ഉള്ളൂ. അത് നിസ്കാരത്തിൽ നമ്മളെ പഠിപ്പിക്കുകയല്ലേ? ഈ നിസ്കാരത്തിന്റെ മാതിരി നമ്മുടെ പുറത്തൊന്നും ചെയ്താൽ മതി. എനിക്ക് ഒരു താല്പര്യവും ഇല്ല, എന്റെ ഒരു താല്പര്യങ്ങൾക്ക് ഒരു വിലയില്ല. പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നു, എന്റെ താല്പര്യം എന്താണ്? വീട്ടിൽ നിസ്കരിക്കലാണ്. അല്ല, റബ്ബിന്റെ താല്പര്യം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്. ഞാൻ അങ്ങോട്ട് പോകും. അല്ല, വീട്ടിൽ നിസ്കരിക്കണമെന്ന ചിന്ത ഉണ്ടാകുമ്പോ ഞാൻ തന്നിഷ്ടത്തെ ദൈവമാക്കി. എന്റെ ആഗ്രഹങ്ങളെ, ദുരാഗ്രഹങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ദൈവമാക്കി. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഹബീബിനോട് ചോദിക്കുകയാ. അള്ളാന്റെ അഭിപ്രായം പിന്നെ അല്ലാഹ് പറഞ്ഞു, അത് ഞാൻ പറയാം, പിന്നീട് പറയാം.
ഒരു 5:45 ആ അഭിപ്രായം പറയാം. അതിനു മുമ്പ് സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബിനോട് ചോദിച്ചു, അഫറഅയ്ത, അങ്ങയുടെ അഭിപ്രായം എന്താ? ഈ ചോദ്യം അള്ളാന്റെ ഹബീബിനോട് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെന്നെ കേൾക്കാൻ വേണ്ടി വന്ന, ഈ പള്ളിയുടെ ചാരത്തൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും അള്ളാഹു ചോദിക്കുകയാണ്, അഫറഅയ്ത, നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്ത്. മനിത്തഖദ ഇലാഹു ഹവാ, തന്നിഷ്ടത്തെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അള്ളാന്റെ അഭിപ്രായം ഇനി വരുന്നുണ്ട്, അത് കേൾക്കാം. അത് ലാസ്റ്റ് നമുക്ക് കേട്ടിട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദേഹേച്ഛകൾ കൊണ്ടാണ് നരകത്തെ അല്ലാഹ് ആവരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തലയിടരുതാരും. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് റബ്ബിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാഹു പറയുകയാണ്, വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ. അല്ലാഹു സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, യാഥാർത്ഥ്യവും സത്യസന്ധമായ വസ്തുതകളെല്ലാം ശരീരയിച്ഛയെ തോന്നിയാസത്തെ പിൻപറ്റാൻ നിന്നാൽ ഹക്കുണ്ടല്ലോ, സത്യസന്ധതയുണ്ടല്ലോ, യാഥാർത്ഥ്യമുണ്ടല്ലോ, അതെല്ലാം തന്നിഷ്ടങ്ങളെ തോന്നിയാസങ്ങളെ പിൻപറ്റാൻ നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഏഴാകാശങ്ങളുടെ തകർച്ചയാണ്, ഏഴാകാശങ്ങൾ നാശം വിതക്കുന്നതാ. ഭൂമി നാശം വിതയ്ക്കുന്നതാണ്. ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ സർവചരാചരങ്ങളും നാശം വിതയ്ക്കുന്നതാ. സഹോദരങ്ങളെ, അള്ളാന്റെ ഇഷ്ടത്തിനപ്പുറത്ത് നമ്മുടെ ഇഷ്ടം നമ്മൾ തിരഞ്ഞെടുത്തപ്പോ അള്ളാഹ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് നടത്തിയല്ലോ, ഇല്ലേ? ഒരു ചെറിയ ടെസ്റ്റ് ഡോസ്. അത്ര കച്ചവടക്കാരന്റെ മുന്നിൽ അത്ര വാങ്ങാൻ ചെല്ലുമ്പോ കൊടത്തോടെ തലയെ കമഴ്ത്തി തരില്ല. പിന്നെ ചെയ്യുന്ന എന്താ? ഒരു ചെറിയ കോലിൽ തൊട്ടിട്ട് കൈയുടെ ഈ ഭാഗത്ത് തൊട്ട് തന്നിട്ട് മണത്ത് നോക്ക്, കൊള്ളാമോ? ആ ഉണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. 3 മില്ലി വേണോ, 6 മില്ലി വേണോ, 12 മില്ലി വേണോ, വലുത് വേണോ? ഇതൊക്കെ റബ്ബിന്റെ, നമ്മുടെ ഈ അത്ര കച്ചവടക്കാരന്റെ കയ്യിൽ സ്റ്റോക്കാ. അല്ലാഹു തആല ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ഒന്നിങ്ങനെ നുള്ളി എറിഞ്ഞു. വുഹാനിലെ മീൻ കച്ചവടക്കാരിയുടെ മീൻ കൊട്ടയിലേക്ക് ഒരൊറ്റ ഏറ്. അതിൽ നിന്ന് ലോകം മുഴുവനും വറങ്ങലിച്ചു. ലോക പോലീസ് ചമഞ്ഞിരുന്ന കോടീശ്വരനായ വംശവെറിയനായ കോടിപതിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ത്യ മഹാരാജ്യമെന്ന ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിക്കുന്ന ഈ രാജ്യത്തെ ഭരണാധിപനോട് പറഞ്ഞു, എലിപ്പനിയുടെ ഗുളിക തന്നില്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പേടിച്ചിവിടുന്ന് ഫ്ലൈറ്റിൽ എലിപ്പനിയുടെ ഗുളിക കയറ്റി അയച്ചു കൊടുത്തു. ആലോചിച്ചു നോക്ക്. ലോകമടക്കി ഭരിക്കുന്ന, ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പോലും ഭയന്നു വറച്ചു. വൈറ്റ് ഹൗസ് എത്രയോ കിലോമീറ്ററിന്റെ അപ്പുറത്തൂടെ ഒരു പക്ഷിക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. വൈറ്റ് ഹൗസിന്റെ മുകളിലൂടെ ഒരു പറവയ്ക്ക് പറന്നുയരാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിനെ എല്ലാം കൃത്യമായി, വളരെ കൃത്യമായി അതിനെ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. അവിടേക്ക് അവന്റെ സൂട്ടും കോട്ടിനും ഇടയിലേക്ക് അല്ലാഹു തആല ഈ കോവിഡിനെ കയറ്റിവിട്ടു. ഇല്ലേ? എന്തായിരുന്നു കാര്യം? അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുറമെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വിലക്കെടുത്തു. അല്ലേ? അള്ളാന്റെ ഇഷ്ടം എന്തായിരുന്നു? കാണുമ്പോ ഓടിച്ചെന്ന് കൈപിടിക്കുക. എന്താ കാര്യം? എങ്ങനെയെങ്കിലും നമ്മളെ ഈ കഴുകിയിട്ട് റബ്ബ് ഒന്ന് സ്വർഗത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് അവൻ നടത്തുന്നത്. നമ്മളാണെങ്കിലോ, നീ എങ്ങനെയൊക്കെ നോക്കിയാലും ഞങ്ങൾ കയറൂല പടച്ചോനെന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചു നടക്കുക. എങ്ങനെയെങ്കിലും ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചാൽ 20 വിരലായി. ഉസ്താദിന് 10, എനിക്കും 10. ഈ 10 10 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീഴുകയാണ്. അപ്പോ അള്ളാന്റെ ഇഷ്ടം അതായിരുന്നു, എങ്ങനെയെങ്കിലും യവന്മാരെ ഒന്ന് സ്വർഗത്തിൽ കയറ്റണം, ഈ ചെറിയ പാവമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് സ്വർഗത്തിൽ കയറ്റാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇതവനല്ലേ, ഇവന്റെ കൊടിയുടെ നിറം മറ്റതല്ലേ, ഇവൻ മറ്റേ പാർട്ടിക്കാരനല്ലേ, മറ്റേ സംഘടനക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാതിരുന്നപ്പോൾ ഇന്നൊന്ന് കൈ ചേർത്ത് പിടിക്കണമെന്ന മോഹം വന്നു. പക്ഷേ ആര് കൈ തരാതെയായി?
ഉസ്താദുമാരൊക്കെ 2 ജുബയുടെ പോക്കറ്റിലും കൈയിട്ടുണ്ടാ നടക്കുന്നത്, ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റ് കൈയിട്ടുണ്ട് നടക്കുകയാണ്. എന്താണെന്നറിയോ? ആരാണ് എവിടെ നിന്ന് വന്നിട്ടാണ് ഈ കയ്യിൽ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഇനി യാദൃച്ഛികമായി ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ സോപ്പ് കൊണ്ട് കഴുകിക്കളയാൻ. ആ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ പണിഷ്മെന്റ് പടച്ചു തന്നു. അള്ളാഹു പണിഷ്മെന്റ് തന്നു. ഒന്നും മുഖത്ത് നോക്കി പുഞ്ചിരിച്ച സ്വതക്കയാണ്. എന്തിന് സിംഹവാലൻ കുരങ്ങിന്റെ മുഖം പോലെ വീർപ്പിച്ച് നടക്കുന്നത്? ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ നിനക്ക് ജാരിയായ ഒരു സ്വതക്കയാണെന്ന് ഹബീബ് പഠിപ്പിച്ചു. ഇല്ല, മുഖം കാണുമ്പോ തല തിരിച്ചു നടന്നു. ഇന്നൊന്ന് ചിരിക്കണമെന്ന് വല്ലാത്തൊരു മോഹമുണ്ട്. പക്ഷെ അള്ളാഹു മാസ്ക് വെച്ചങ്ങ് അടച്ചു കളഞ്ഞു. കാണാൻ പറ്റൂല. മിമ്പറിൽ നിന്നുകൊണ്ട് മെഹ്റാബിനകത്ത് കയറിയിട്ട് ഇമാം പറഞ്ഞു, ഇസ്തഖീമു വഅ്തദിലു സവ്വു സുഫൂഫക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സഫുകൾ അടുത്തടുത്ത് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കി ഇവൻ മറ്റോനാ, എന്നാ പിന്നെ കാലിച്ചിരി ചേർത്ത് വെച്ചളയാതും പറഞ്ഞ് ചൊതുങ്ങി നിന്നു. എങ്ങോട്ട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സുണ്ടായില്ല. അപ്പൊ എന്താ അള്ളാഹു സംഭവിച്ചത്? ഇപ്പോ എല്ലാ പള്ളിയിലും ഒരൊറ്റ കലണ്ടർ കാണാനില്ല, എല്ലാ നമ്പരും വെട്ടി തറയൊട്ടിച്ചിരിക്കാൻ. 1, 2, 3, 4 ആകെ വലിയ പള്ളിയാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളികളിൽ ആകെ നിൽക്കുന്നത് 4-5 പേരാക്കി മാറ്റി. അടുത്ത് നിൽക്കണമെന്ന് മോഹമുണ്ട്, പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല. ഇതാണ് റബ്ബിന്റെ പണി. എന്തിനാ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്? നമ്മൾ വില കൽപ്പിക്കേണ്ടത് ആരുടെ ഇഷ്ടത്തിനാണ്? എന്റെ നാഥന്റെ വിലയാണ്, എന്റെ നാഥന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായ അവസ്ഥകളല്ല, തന്നിഷ്ടത്തിന്റെ പിന്നാലെ പോയ സപ്തവാനങ്ങൾ നാശം വിതയ്ക്കുന്നതാണ്. ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലം നിങ്ങൾക്ക് നാശം വിതയ്ക്കുന്നതാ. ആകാശഭൂമികളുടെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും നാശം വിതയ്ക്കുന്നതാ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അലി റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ തന്റെ പ്രഭാഷണ മധ്യേ പറഞ്ഞതെന്താ? ഇന്ന അഖ്വഫ മാ തഖഫഫു അലൈക്കും, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഏതെന്നറിയോ? നമ്മുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടതേതാ? അലി റളിയല്ലാഹു അൻഹു നമ്മുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത്. അതിൽ ഒന്നാമത്തേതെന്നറിയോ? തൂലുൽ അമലി, ആഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും യുവത്വം പ്രാപിച്ചിരിക്കും. ആള് പ്രായം ചെന്ന് വൃദ്ധനായി വാർദ്ധക്യത്തിന്റെ പടുംകുഴിയിലേക്ക് എത്തപ്പെട്ടു. അവന്റെ പുരികം പോലും നരച്ചുപോയി. പക്ഷേ അവന്റെ ആഗ്രഹങ്ങൾക്ക് ഇന്ന് കൗമാര പ്രായമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് യൗവന ദശയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും വാർദ്ധക്യം വരില്ല. സഹോദരങ്ങളെ, രണ്ടാമത്തേത് വത്തിബാഉൽ ഹവാ, അവന്റെ ദുരാഗ്രഹങ്ങളാണ്. അവന്റെ തന്നിഷ്ടങ്ങളോടുള്ള അവന്റെ ആഗ്രഹമാണ്, അടങ്ങാത്ത അഭിനിവേശമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഫഅമ്മാ തൂലുൽ അമലി, ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ, ഒരുപാട് ആഗ്രഹങ്ങൾ അവനുണ്ടായി കഴിഞ്ഞാൽ എന്താ ദോഷമെന്നറിയോ? ഫയുൻസിൽ ആഖിറ, നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ലോകമുണ്ടെന്നും മറന്നുപോകും മുസ്ലിമേ. പരലോകം നമ്മൾ മറന്നു പോകാൻ കാരണം എന്താണ്? നമ്മുടെ നീണ്ട ആഗ്രഹങ്ങളാണ്. ഒരുപാട് ആഗ്രഹങ്ങളാണ് ആഖിറത്തെ മറപ്പിച്ച് കളയുന്നത്. എന്നാൽ വമ്മത്തിബാഉൽ ഹവാ, ഒരു മനുഷ്യന്റെ ദുരാഗ്രഹങ്ങൾ എന്താ പ്രശ്നമെന്നറിയോ? ഫയസുദ്ദു അനിൽ ഹഖീ, സത്യസന്ധതയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതാ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് വലവത്തബഅൽ ഹഖു അഹ്വാഅഹും, സത്യസന്ധമായ കാര്യങ്ങൾ ദേഹേച്ഛയ്ക്ക് വഴിമാറുന്നു. കാരണം എന്താണ്? ദേഹേച്ഛ വന്നുകൂടിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സത്യസന്ധത ഇല്ലാതാവും, സത്യസന്ധമായ കാര്യങ്ങൾ ഇല്ലാതാവും. അല്ലേ? ഡോക്ടർക്കാണോ കൂടുതൽ ആള് വരുന്ന വേജ ഡോക്ടർക്കാണോ? ഒരു ആലിമിന്റെ, ഒരു മുസ്ലിയാരുടെ അടുത്താണോ കൂടുതൽ ആളുകൾ വരുന്നത്? വ്യാജ മുസ്ലിയാക്കന്മാരുടെ അടുത്താണോ? ഒരു നല്ല തങ്ങളടുത്താണോ ആള് കൂടുതൽ വരുന്നത്? വേജ തങ്ങന്മാരുടെ അടുത്താണോ? നിങ്ങൾ ചിന്തിക്ക്. സത്യസന്ധത ഏത് സമയത്തും ശരീര ഇച്ഛയ്ക്ക് വേണ്ടി വഴിമാറിക്കഴിഞ്ഞാൽ നാശം ഉണ്ടാവും ലോകത്ത്.
ലോകത്ത് നാശം വരും സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ഈ സദസ്സിൽ. എന്താണ് ഈ തോന്നിയാസ തന്നിഷ്ടം എന്ന് പറയുന്നത്? ഞാൻ ആമുഖം പറഞ്ഞല്ലോ, റമളാനിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണ് റബ്ബിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. റബ്ബിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് അങ്ങനെയാണ്. അത് റമളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ജീവിതത്തിൽ റമളാൻ പോലത്തെ ജീവിതം. അതുകൊണ്ടാണല്ലോ റമളാൻ കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് കൊഴിയും. 5-6 സഫ് ഉണ്ടായിരുന്ന ആളുകൾ പള്ളി പിന്നെ 1 സഫായി, 1.5 സഫായി, പിന്നെ മുറി സഫായി, പിന്നെ അര സഫായി, പിന്നെ 1/4 സഫായി, പിന്നെ പള്ളിയിലെ ഉസ്താദ് മോദീനുമായി, പിന്നെ മോദി ലീവിലുമായി, ഉസ്താദ് മാത്രമായി. എത്ര നല്ല പള്ളിയായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു, പ്രത്യേകിച്ച് മഗ്‌രിബിന്. നാളെ നോക്കി ഈ സമയത്ത് ഇവിടെ എന്തൊരു ജനമായിരിക്കും, ഇന്ന് നോക്കി എന്തൊരു ജനം. ഇത് എന്നാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസം അങ്ങോട്ട് കഴിയുമ്പോ ഒരു വലിയ പേമാരി അവസാനിച്ചതുപോലെ ആളുകളുടെ ഒഴുക്കങ്ങോട്ട് നിലച്ചാലുണ്ടല്ലോ, റമളാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതം റമളാൻ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ വിലകൾക്കൊന്നും റബ്ബിന്റെ വിലയുടെ മുന്നിൽ, അവന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഒരു വിലയും കൽപ്പിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെയാണ് ദൈവമാക്കേണ്ടത്, അല്ലാതെ നമ്മുടെ തന്നിഷ്ടങ്ങളെ അല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.